ഞാൻ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഡാൻ പൗരനായ ഒരു മനുഷ്യൻ എന്നോടൊപ്പം എൻ്റെ റൂമിലുണ്ടായിരുന്നു. കറുത്തു മെലിഞ്ഞ സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ. സുഡാനി എന്ന് ഞങ്ങൾ ഓമന പേരിൽ വിളിച്ചിരുന്നു. ആരോടും അധികം സംസാരിക്കാറില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ റൂമിൽ കയറി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ് പതിവ്. ഒരവധി ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഞങ്ങളോടൊന്നും സഹകരിക്കാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കഥ പറഞ്ഞു. എന്നെ വല്ലാതെ വേദനിപ്പിച്ച കഥ. അദ്ദേഹത്തിന് ഭാര്യയും 3 വയസ്സുള്ളൊരു കുട്ടിയും ഉണ്ടായിരുന്നു. യാത്രക്കിടെ ഒരു അപകടമുണ്ടായി, ഭാര്യ മരണപ്പെട്ടു പോയി. പിന്നീട് അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു. 2 കുട്ടികളുള്ള ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ 3 കുട്ടികളും ഭാര്യയും ഭർത്താവും ഒരു വീട് വാടകയ്ക്കെടുത്ത് സുഖമായി താമസിച്ചു വരികയായിരുന്നു. അദ്ദേഹം അതിരാവിലെ ജോലിക്ക് പോവുകയും രാത്രി ഏറെ വൈകി വീട്ടിലെത്തുകയും ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ ഭാര്യയോട് ചോദിച്ചറിയുകയാണ് പതിവ്. പതിവ് പോലെ അദ്ദേഹം രാവിലെ ജോലിക്ക് പോവുകയും ചെയ്തു. അന്നത്തെ ദിവസം 2ാം ഭാര്യയുടെ അമ്മ വീട്ടിൽ വരികയും ഈ ആദ്യ ഭാര്യയുടെ മകന് ഇച്ചിരി നിർബന്ധ ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. അവനന്ന് 4 വയസ്സാണ്. അവൻ ഉച്ചയ്ക്ക് ഈ ചോറ് ഒക്കെ പാചകം ഒക്കെ തീരുന്നതിന് മുമ്പ് ചോറ് വേണമെന്ന് നിർബന്ധം പിടിച്ച് കിച്ചണിൽ ചെല്ലുകയും ഈ അമ്മായിയമ്മ കുറച്ച് ചോറെടുത്ത് അവൻ്റെ പാത്രത്തിലിട്ട് കൊടുക്കുകയും ചെയ്തു. അവൻ വീണ്ടും അത് വെച്ച് ബഹളം വെച്ചപ്പോൾ അവർ അടുക്കളയുടെ ഡോറ് തുറന്ന് ഇവനെ വെളിയിലാക്കി ഡോറടച്ചു. നല്ല തണുപ്പുള്ള സമയവുമായിരുന്നു. പതിവ് പോലെ അദ്ദേഹം രാത്രിയിൽ വീട്ടിലെത്തി ഭാര്യയോട് കുട്ടിയുടെ കാര്യമൊക്കെ തിരക്കി. കുട്ടികൾ 3 പേരും അപ്പുറത്ത് ഉറങ്ങുന്നുണ്ടെന്ന് ഭാര്യ പറഞ്ഞു. പക്ഷേ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആദ്യ ഭാര്യ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത്രേ, നിങ്ങളെ ഏൽപ്പിച്ച എൻ്റെ മകനെ നിങ്ങൾ നല്ലതുപോലെ നോക്കാത്തത് കൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണെന്ന്. അദ്ദേഹം ഞെട്ടി ഉണർന്ന് ഭാര്യയെ വിളിച്ചുണർത്തി കതക് തുറന്ന് കുട്ടികളുടെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ബഹളമൊക്കെ കേട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് അമ്മായിയമ്മയും ഇറങ്ങി വന്നു. അപ്പോഴാണ് അവർ പറയുന്നത്, ഉച്ചയ്ക്ക് ഞാൻ കുട്ടിയെ വെളിയിലാക്കി കതകടച്ചിരുന്നു എന്ന്. അവർ 3 പേരും കൂടി കതക് തുറന്ന് നോക്കുമ്പോൾ വായിൽ ഒരുള്ള ചോറും പാത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഉറുമ്പരിച്ച് മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെയാണ് കാണുന്നത്. സത്യത്തിൽ അയാളും ഞാനും അന്നത്തെ ദിവസം വല്ലാതെ സങ്കടപ്പെട്ട് കരയുന്നുണ്ടായിരുന്നു. 1000 പോറ്റമ്മമാരുണ്ടായാലും പെറ്റമ്മയോളം ആരും വരില്ല എന്ന് അന്നത്തെ ഒരു ദിവസം എന്നെ വല്ലാതെ ബോധ്യപ്പെടുത്തിയ ഒരു ദിവസമായിരുന്നു.